അല്ല, ഇന്നലെ ഒരു പരാതി ഒരു പെൺകുട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥാപനത്തിലെ രേഖകൾ ഒരു പരിശോധന നടത്തി. അതിൽ എന്തൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിച്ചത്. കൂടുതൽ പരിശോധനകൾ അതുമായി കേന്ദ്രീകരിച്ച് രേഖകൾ പരിശോധനയ്ക്ക് നടക്കും. ഇന്നലെ ഇപ്പം അവധി ദിവസമായിരുന്നല്ലോ. അപ്പോൾ ആ ടെലിഫോണിൽ വിളിച്ച് പറയുകയായിരുന്നു. പോലീസിൽ കംപ്ലയിന്റ് കൊടുക്കാനായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ സ്ഥാപനത്തിൽ നിയമവിരുദ്ധമായി നടക്കുന്നു എന്ന് ആ പരാതിക്കാരി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. അപ്പോൾ തന്നെ അവർക്ക് വ്യത്യാസങ്ങൾ കണ്ടു. അപ്പോൾ രേഖകൾ പറഞ്ഞിരുന്ന സ്ഥലത്തേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത്. ഇപ്പോൾ തിരുവല്ല സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും ലൈസൻസ് നേടി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും മുഴുവൻ വിവരങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇന്നലെ തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി തന്നെ നടപടികൾ ആരംഭിച്ചു. ഇന്നുകൊണ്ട് ആ നടപടികൾ ഏറെക്കുറെ മുന്നോട്ട് പോകും. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഇതൊക്കെ നിയമപരമായിട്ടാണ് ഇവർക്ക് അതിപ്പോൾ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരാണ് അത് പരിശോധിച്ചത്. എന്തായാലും അവർക്ക് പോരായ്മ ഉള്ളതുകൊണ്ടാണല്ലോ ഇന്നലെ അതിനെതിരെ നടപടി സ്വീകരിച്ചത്. അതിനുശേഷം കൂടുതൽ രേഖകൾ പരിശോധനകൾ ഇന്ന് നടത്തും. ഈ സ്ഥാപനങ്ങളിൽ കയറിയിട്ട് ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും അങ്ങനെയുള്ള വാർത്തകളും കൊടുക്കരുത്. നിയമവിധേയമായി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകാം. പക്ഷേ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുകയും ഇതിന്റെ മറവിൽ ക്രോസ് മസാജിങ് അതുപോലെ തന്നെ ലഹരി ഇടപാടുകൾ അതിനൊന്നും ഒരു കാരണവശാലും അനുവദിക്കില്ല. ഞങ്ങളിപ്പോൾ പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു ചില കേന്ദ്രമന്ത്രിമാരെ കാണുവാനുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന് ഗുണകരമായ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് സാധിക്കും, അക്കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യും. എന്നിട്ട് പറ്റുന്ന കാര്യങ്ങൾ അവരെ ധരിപ്പിക്കും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അക്കാര്യങ്ങൾ ആലോചിക്കും.